ഹായ് ഹലോ എല്ലാവർക്കും 65ാമത്തെ ദിവസത്തെ ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ അനീഷ് ചൊറി തുടങ്ങിയിട്ടുണ്ട്. ഈ അനീഷിൻ്റെ ചൊറി രാവിലെ തന്നെ ആവാനുള്ള കാരണം അനീഷിൻ്റെ മോഡസ് ഓപ്പറാൻഡിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് വീക്കാണോ സെക്കൻഡ് വീക്കാണോ എന്നറിയത്തില്ല, ഇതാണ് അനീഷിൻ്റെ ഗെയിം പ്ലാൻ. അന്നത്തെ ആദ്യത്തെ ദിവസം തന്നെ ക്യാമറ കണ്ണുകൾ അനീഷിനെ തേടി വരും എന്നറിയാം, എപ്പിസോഡിൽ പോകുമെന്നറിയാം. ഇത് ഞാൻ വന്ന ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ഇത് ഞാൻ പൊളിച്ചടിക്കിയതാണ്. ഇന്ന് അനീഷ് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദില നൂറയ്ക്ക് ഇതിന് മുന്നേ നേരത്തെ എണീക്കായിരുന്നല്ലോ, ഇപ്പം എന്താ നേരത്തെ എണീച്ചത്, അപ്പം നേരത്തെ എണീക്കാൻ അറിയാം, അതൊരു സ്ട്രാറ്റജി അല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദില ക്യാപ്റ്റനാണ്. സോ അതുകൊണ്ട് അനീഷിനോടുള്ളൊരു പേഴ്സണൽ ഗ്രഡ്ജും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് നേരത്തെ എണീറ്റിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അത് വളച്ച് തിരിച്ചൊടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അനീഷാണ്. അതിൻ്റെ ഇടയ്ക്ക് അനീഷ് ഒരു ബ്ലണ്ടർ കാര്യം പറഞ്ഞു, എനിക്കെന്താണ് PR എന്ന് അറിയത്തില്ല എന്ന്. ഇത്രയും നാളും ബിഗ് ബോസ് ഫോളോ ചെയ്ത ഒരാൾ എന്ന് പറയുന്ന ആൾ PR എന്താണ് എന്ന് അറിയത്തില്ല, അത് ഒരിക്കലും വരില്ല എന്ന് 100% ഉറപ്പാണ്. അനീഷ് വേണമെങ്കിൽ മണ്ടനായിക്കോ, ബാക്കിയുള്ള ജനങ്ങളെ മണ്ടന്മാരാക്കല്ലേ എന്നാണ് എനിക്ക് അനീഷിനോട് പറയാനുള്ളത്. കാര്യം ഇതിനു മുന്നേയുള്ള സീസണിലൊക്കെ PR എന്താണ് എന്ന് ബിഗ് ബോസ് സീസണിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. നുണ എത്ര വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന പരിപാടി ചെയ്യല്ലേ അനീഷെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വീക്കിലി ടാസ്ക് തുടങ്ങുകയായിരുന്നു. ഇന്നത്തെ ദിവസം സ്കോർ ചെയ്തവർ എന്ന് പറയുന്നത് നെവിൻ, അക്ബർ, ആര്യൻ എന്നിവരാണ്. നെവിനും ആര്യനുമാണ് ശരിക്കും പറഞ്ഞ വീട്ടിലെ ഫൺ എലമെന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നടന്നത് ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന ആൾക്ക്, അതായത് വീക്കിലി ടാസ്കിൽ ജയിച്ച് ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന ആൾക്ക് ഒരു പ്രത്യേക സവിശേഷതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആർക്കാണോ കോയിൻ കിട്ടുക അവർക്കാണ് അത് കിട്ടുന്നത്. അതിന് അക്ബറും നെവിനും കൂടെ കളിച്ച കളി അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് കളിക്കുമെന്ന് വിചാരിച്ചിട്ട് അവസാനമാണ് ആര്യനെ കൊണ്ടുവന്നതും. അക്ബർ ഒരു 5 കോയിൻ അങ്ങോട്ട് ആര്യന് കൊടുക്കുകയും നെവിനാണെങ്കിൽ 7 or 9 കോയിൻ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആര്യൻ ആ പൊസിഷനിലേക്ക്, ആ ഒരു പ്രത്യേക പദവി എന്താണോ അത് ലഭിക്കുന്നതിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ശരിക്കും പറഞ്ഞ അനുമോളെയാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത് എന്ന് തോന്നുന്നു. പക്ഷേ അവിടെ കിടത്തി വെട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് അക്ബറും നെവിനും കളിച്ച കളി തന്നെയാണ്. പിന്നെ അനുമോളുടെ സ്വഭാവം എന്താണ് എന്ന് ഇന്ന് ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. ഭയങ്കര സ്നേഹമൊക്കെ എല്ലാവരോടും കാണിക്കും, പക്ഷേ പുള്ളിക്കാരി തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കത്തേയില്ല. പുള്ളിക്കാരി ഒരു കൊട മറന്നു വെച്ചു, അത് ബിഗ് ബോസ് പ്രോപ്പർട്ടിയാണ്, അത് എടുത്തു വെക്കാൻ ബിഗ് ബോസ് പറയുന്നതുമുണ്ട്. പക്ഷേ പുള്ളിക്കാരിൻ്റെ കയ്യിലെ തെറ്റല്ല, അക്ബറിൻ്റെയും നെവിൻ്റെയും തെറ്റാണ്. എൻ്റെ എതിരെ അവരാണ്, അവർ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ കാണിക്കുന്ന കളി. ആദ്യം ഒന്ന് സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കണം, പുള്ളിക്കാരി മറന്നതാണോ എന്ന്. ഒന്നും പറയാതെ ഇവരുടെ മേത്തേക്ക് ചാർത്തുന്നത് അത് ഇത്രയും വൃത്തിയായിട്ട പരിപാടിയാണ്. എന്നിട്ട് അവരെ പ്രാഗ്. പിന്നെ കൂടാതെ അക്ബറിൻ്റെ നാരങ്ങ, അക്ബർ അവിടെ വെച്ച നാരങ്ങയാണ് ബാത്റൂമിൽ പോയപ്പം, അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അനുമോൾ അത് എടുത്തിട്ട് ഇത് എൻ്റെ നാരങ്ങയാണെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് പോകുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അക്ബറിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്താണ്. അക്ബർ പ്രൊവോക്ഡ് ആവുന്നതുകൊണ്ട് അവളുടെ കൈ പിടിച്ചിട്ട് നാരങ്ങ എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ജനങ്ങൾ കാണുമ്പോൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയൊരു മനുഷ്യൻ അനുമോളുടെ കൈ കയറി പിടിച്ചിട്ട് നാരങ്ങയൊക്കെ എടുക്കുന്നു, എന്ത് പാവം അനുമോൾ എന്നുള്ള സിമ്പതി കാർഡ് അടക്കാൻ വേണ്ടിയിട്ടാണ് അനുമോൾ ഇത് ചെയ്യുന്നതെന്ന് 100% ഉറപ്പാണ്. അപ്പാണി പോകാൻ ഒരു റീസണും ഇങ്ങനെയുള്ള വൃത്തികെട്ട കാർഡ് അനുമോൾ എടുത്തതും കൊണ്ട് കൂടെയാണ്. സോ ഇങ്ങനെയുള്ള ചീപ്പ് ഗെയിമുകളും പിന്നെ കുറച്ച് ആക്ടിങ്ങും അറിയാം എന്ന് മാത്രമേ ഉള്ളൂ അനുമോൾക്ക്. പിന്നെ PRൻ്റെ ബലത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് അനുമോൾ എന്ന് 100% ഉറപ്പാണ്. സോ നന്നായി കളിക്കുന്നവരെ മാത്രം നിങ്ങൾ വോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും ആ വീട്ടിൽ കുറേ ചവറുകളുണ്ട്, ആ ചവറുകളൊക്കെ ഇറങ്ങിപ്പോയി അത്യാവശ്യം നല്ല ഗെയിമിലേക്ക് വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ PRൻ്റെ ബലത്തിലൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ ക്വാളിറ്റി തന്നെ നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട നമ്മൾ ഓരോരുത്തരായ പ്രേക്ഷകരാണ്. സോ നിങ്ങൾ വോട്ട് ചെയ്യുമ്പം PRൻ്റെ അല്ലാതെ നിങ്ങൾ കണ്ട കാഴ്ചകൾ വെച്ചിട്ട്, ലൈവ് കാണുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വിലയിരുത്താൻ ശ്രമിക്കുക.